എൻ്റെ സ്വന്തം യേശുനാഥ, ഞാൻ നിന്റെ സ്വന്തം യേശുനാഥ. എപ്പോഴും എന്നെ നോക്കിയിടുന്ന നിൻ കൺകളത്ര സൗന്ദര്യമേ, നീ എൻ്റെ സ്വന്തം യേശുനാഥ, ഞാൻ നിന്റെ സ്വന്തം യേശുനാഥ. എപ്പോഴും എന്നെ നോക്കിയിടുന്ന നിൻ കൺകളത്ര സൗന്ദര്യമേ, എപ്പോഴും എന്നെ നോക്കിയിടുന്ന നിൻ കൺകളത്ര സൗന്ദര്യമേ, എപ്പോഴും എന്നെ നോക്കിയിടുന്ന നിൻ കൺകളത്ര സൗന്ദര്യമേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ട്. അവർ പോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ യോസേഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിക്കുവാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. വിദ്വാൻമാർ പോയ ശേഷം ദൈവം പറയുകയാണ്, സ്വപ്നത്തിൽ പ്രത്യക്ഷമായിട്ട് പറയാം, നീ ഇവിടുന്ന് എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടി മിസ്രൈമിലേക്ക് ഓടിപ്പോയി, ഞാൻ പറയുന്നത് വരെ അവിടെ പാർക്കുക. അവർ പോയ ശേഷം എന്ന് പറഞ്ഞാൽ നന്മകളുമായി സ്വർണവുമായി കുന്തിരിക്കവുമായി വിദ്വാൻമാർ വന്ന ശേഷം, അത് പ്രാപിച്ച ശേഷം ദൈവം പറയുകയാണ്, ഇനി നീ ഇവിടുന്ന് ഓടിപ്പോണം. കണ്ടോ, ചില സമയത്തൊക്കെ ദൈവം നമ്മളോട് മിണ്ടാതിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം സ്റ്റിൽ നിങ്ങൾ അതുപോലെ തുടരാനാണ് പറയുന്നത്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തൊരു ചേഞ്ച്, ഒരു സീസൺ വെളിപ്പെടുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ദൈവശബ്ദം ഉണ്ടാകും. ഇപ്പം പാസ്റ്ററെ, ബ്രദറെ, കർത്താവിനോടൊന്നും മിണ്ടുന്നില്ല, അതിൻ്റെ അർത്ഥം ഇന്നലകളിൽ നിങ്ങളോട് ദൈവം ഒരു ശബ്ദം പറഞ്ഞില്ലേ, അതിനകത്ത് തുടരാനാണ് പ്രാർത്ഥനയിലും വചനത്തിലും. നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തൊരു ഷിഫ്റ്റ് വരുമ്പോൾ നിങ്ങളോട് ദൈവം സംസാരിക്കും. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് കനാനിലേക്കുള്ള യാത്രയിൽ അവരുടെ കൂടെ ഒരു സഞ്ചരിക്കുന്ന മേഘം ഉണ്ടായിരുന്നു. മേഘം എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ താമസിക്കാനാണ്. എന്നാൽ മേഘം ചലിക്കുമ്പോൾ അവർക്കറിയാം യാത്ര തുടങ്ങും. സെയിം, അന്ന് മേഘമായിരുന്നെങ്കിൽ ഇന്ന് ഓരോ സമയവും നിന്റെ ലൈഫിൽ നെക്സ്റ്റ് ലെവലിന് വേണ്ടി ദൈവം നിന്നോട് സംസാരിക്കും. കർത്താവിനോട് മിണ്ടുന്നില്ലെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇന്നലെ നിങ്ങളോട് പറഞ്ഞ ആ ദൈവശബ്ദത്തിൽ തുടരുക. എന്തോ വരുന്നുണ്ട്. ആ നന്മ വന്ന ഉടനെ പറയുകയാണ്, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടി മിസ്രൈമിലേക്ക് ഓടിപ്പോയി. അതെന്താ? നടന്നു പോകാനല്ല പറയുന്നത്, പുറപ്പെടാനല്ല പറയുന്നത്, ഓടിപ്പോകണം. കണ്ടോ, കർത്താവിൻ്റെ ഓരോ വാക്കുകൾ കേട്ടോ. നടന്നു പോകാനല്ല പറയുന്നത്, ഓടിപ്പോകണം. എന്നാൽ കുറച്ചും കൂടെ നേരത്തെ ദൈവത്തിനങ്ങ് വിടാമായിരുന്നല്ലോ. അല്ല, ചില നേരത്തെ പോയാൽ വിദ്വാൻമാർ വരത്തില്ല. എന്നാൽ അത് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ പറയുകയാണ്, ഓടിപ്പോവാ. നീ എങ്ങനെ മൂവ് ചെയ്യണം? അത് നടന്നാണോ പോകണ്ടേ? വെയിറ്റ് ചെയ്താണോ പോകണ്ടേ? എവിടെയെങ്കിലും കുറേ സമയം താമസിച്ചാണോ പോകണ്ടേ? അല്ല, സ്പീഡിലാണോ പോകണ്ടേ? ഓടിയാണോ പോകണ്ടേ? പുറകോട്ട് നോക്കാതാണോ പോകണ്ടേ? എല്ലാ കാര്യവും നിന്നോട് മിണ്ടുന്നൊരു ദൈവമുണ്ട്. ഇന്നത് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിങ്ങളുടെ ഓരോ ചലനങ്ങളെയും കുറിച്ച് കർത്താവ് സംസാരിക്കും. എങ്ങനെ പോകണം, എങ്ങനെ നിൽക്കണം, എങ്ങനെ പറയണം. യെസ്, ആമേൻ.
അപ്പോൾ അതിനകത്ത് മറ്റൊരു വാക്കൂടെ ഉണ്ട്. ദൈവം നിനക്ക് സ്പീഡ് തരാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്തൊരു സ്പീഡ് തരുന്ന സമയം. കുറേ നാളുകളൊക്കെ ചിലയിടത്ത് നീ സ്റ്റക്കായിട്ടുണ്ട്, ഇരുന്നു പോയിട്ടുണ്ട്. പക്ഷെ ഈ ദിനങ്ങളിൽ നീ നീണ്ട മൈലുകൾ നീ അതിജീവിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ നാളുകളിൽ താണ്ടാത്ത ദൂരങ്ങൾ ദൈവം നിന്നെ കൊണ്ട് ഓടിക്കാൻ പോവുകയാണ്. ഈ ദിനങ്ങളിൽ നിന്റെ കാലുകളെ മാൻപേടയ്ക്ക് തുല്യമാക്കി ഗിരികളിലേക്ക് കയറ്റുന്ന ദിനങ്ങളാണ്. നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിലുണ്ടായ ആ സ്റ്റക്കായ അനുഭവങ്ങളെ ദൈവം മാറ്റി നിനക്കൊരു സ്പീഡ് ഹോളി സ്പിരിറ്റ് തരാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുക. സ്തോത്രം. നിങ്ങളവിടെ ഒരു വാക്കൂടെ ശ്രദ്ധിച്ചാട്ടെ. എന്താണ് കർത്താവിനെ പറയുന്നത്? ചില ശത്രുക്കൾ ചില പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നു. അതിൽ നിന്ന് ദൈവം നിന്നെ മാറ്റുകയാണ്. അതെ, നിന്നെക്കുറിച്ച് ആരെങ്കിലും ഒരു ഗൂഢാലോചന ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം ആ പ്ലേസിൽ നിന്ന് നിന്നെ മാറ്റും. നിനക്ക് അത്ഭുതകരമായൊരു മാറ്റം കർത്താവ് തരും. ഇന്ന് ഈ വചനം പരിശുദ്ധാത്മ പറയുന്നു, ചില പിശാചിന്റെ തന്ത്രങ്ങൾ നിനക്ക് ഭവിക്കാതിരിക്കാൻ ദൈവം അവിടെ നിന്ന് മാറ്റുകയാണ്. ഇന്നലെ ഓർപ്പിച്ചതുപോലെ, കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ അതേ വചനം പറയുന്നു, ദുഷ്ടന്റെ ആശ നശിച്ചു പോകും, നീ ജയിക്കാൻ പോവുകയാണ്. നമുക്ക് ഈ അത്ഭുതകരമായ ദൂത് ഏറ്റെടുത്ത് ഒന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, നീ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് ഓരോ സമയത്തും ഞങ്ങളോട് സംസാരിക്കുന്നതിന് സ്തോത്രം ചെയ്യും. കർത്താവെ, വചനം കേൾക്കുന്ന ഈ വ്യക്തി കർത്താവെ അടുത്ത തലത്തിലേക്ക് പോകേണ്ടത് എങ്ങനെയെന്ന് അങ്ങ് അവർക്ക് കർത്താവെ പറഞ്ഞു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവരുടെ വേഗതയെ അങ്ങ് വർദ്ധിപ്പിക്കണമേ കർത്താവെ. യേശുവെ, ശത്രുക്കൾ കർത്താവിനെ തൊടാതെ വേണം പരിശുദ്ധാത്മാവെ അങ്ങ് അവരെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്ന കർത്താവെ, ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവെ, ഞങ്ങള് ഈ അത്ഭുതകരമായ വചനത്തെ ഈ ജനത്തിലേക്ക് പകർന്ന് പ്രാർത്ഥിക്കുന്നു. നീ അവർക്ക് സ്പീഡ് കൊടുക്കാൻ പോകുന്നതിനായി നന്ദി. അവരുടെ ലൈഫിൽ ഇന്ന് വരെ ഇല്ലാത്തൊരു കുതിച്ചെഴുന്നേൽപ്പ് കൊടുക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഇന്ന് വരെ കാണാത്ത ഇടങ്ങളിലേക്ക്, ഇന്ന് വരെ എത്താത്ത ഇടങ്ങളിലേക്ക്, ഇന്ന് വരെയും കർത്താവ് അവർ പോകാത്ത ഇടങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് അവരെ എത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ രോഗങ്ങൾ മാറിപ്പോകട്ടെ, കടങ്ങൾ മാറിപ്പോകട്ടെ, വിശേഷാൽ എനിക്ക് ഒന്നും കഴിയത്തില്ലെന്ന് പറയുന്നുള്ള അസ്വസ്ഥതയായിരിക്കുന്ന അസ്വസ്ഥതകൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് പണ്ടത്തെ പോലെ ആരോഗ്യമില്ല, പണ്ടത്തെ പോലെ എനിക്ക് അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ആ ബുദ്ധിമുട്ടുകൾ മാറട്ടെ. പ്രശ്നങ്ങൾ വരുത്തിയ ഞെരുക്കങ്ങൾ മാറട്ടെ. താണുപോയ ആ മെൻ്റലി താണുപോയ അനുഭവം മാറിപ്പോകട്ടെ. ആ ഉൾക്കരുത്തില്ലാതെ പോയ അനുഭവങ്ങൾ മാറിപ്പോകട്ടെ. എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ലെന്നുള്ള തോന്നലുകൾ മാറട്ടെ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനെന്ന് പറഞ്ഞ് ഇവർ ചാടി എഴുന്നേൽക്കട്ടെ. ഞങ്ങൾ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു, ഉയർത്തുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ കരം കൂടെയുണ്ട്. കർത്താവ് നിങ്ങളെ സഹായിക്കും. ഈ മെസ്സേജുകൾ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ദൈവരാജ്യം വളരപ്പെടട്ടെ. ശലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.